ഡിസംബർ 10 ലൊറേറ്റോ മാതാവിൻ്റെ തിരുനാൾ. മേരി ജനിച്ച വിശുദ്ധ ഭവനമാണ് ലൊറേറ്റോ. പ്രഖ്യാപനവേളയിൽ പ്രധാന ദൂതൻ ഗബ്രിയേൽ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട അതേ വിശുദ്ധ സ്ഥലം. ബസിലിക്ക ഡെല്ല സാന്താ കാസ ഒരു മരിയൻ ദേവാലയമാണ്. പുണ്യപുരാതനമായ ഐതിഹ്യങ്ങൾ അവകാശപ്പെടുന്നു. അതേ വീടിനെ മാലാഖമാർ നസ്രത്തിൽ നിന്ന് ടെർസാറ്റോയിലേക്കും തുടർന്ന് റെക്കനായിറ്റിലേക്കും നിലവിലെ സൈറ്റിൽ എത്തുന്നതിനു മുൻപ് പറത്തിക്കൊണ്ടുവന്നു. ഇക്കാരണത്താൽ അവർ ലേഡി ഓഫ് ലൊറേറ്റോ വ്യോമയാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ രക്ഷാധികാരിയായി കണക്കാക്കപ്പെടുന്നു. വീടിൻ്റെ നീണ്ട ആയുസ്സ് അവളെ നിർമ്മാതാക്കളുടെയും നിർമ്മാണ തൊഴിലാളികളുടെയും രക്ഷാധികാരിയായി നയിച്ചു. മേരിക്ക് സമർപ്പിച്ചിരിക്കുന്ന അന്താരാഷ്ട്ര അംഗീകാരമുള്ള ആദ്യത്തെ ദേവാലയമാണിത്. ലൊറേറ്റയിലെ ഈ വിശുദ്ധ ദേവാലയവുമായി മാർപ്പാപ്പകൾക്ക് ഒരു പ്രത്യേക ബന്ധമുണ്ട്. അത് അവരുടെ നേരിട്ടുള്ള അധികാരത്തിനും സംരക്ഷണത്തിനും കീഴിലാണ്. അവർ ലേഡി ഓഫ് ലൊറേറ്റോയുടെ മഡോണയുടെയും കുട്ടികളുടെയും ചിത്രം പ്രതിഷ്ഠിക്കുന്നതിനും ബസിലിക്ക അറിയപ്പെടുന്നു. 1920 മാർച്ച് 24 ബെനഡിക്ട് 16 മാർപ്പാപ്പ ഈ മതപരമായ പ്രതിച്ഛായയെ വിമാനയാത്രക്കാരുടെ രക്ഷാധികാരിയായും മംഗളകരമായ യാത്രയായും നിയമിച്ചു. തീയിൽ നശിച്ച യഥാർത്ഥ മരിയൻ ചിത്രത്തിന് പകരം 1922 സെപ്റ്റംബർ 5 ലെബനനിലെ ദേവദാരു പ്രതിഷ്ഠയ്ക്ക് കാനോനിക്കൽ കിരീടധാരണം പിയൂസ് 11 പാപ്പ നൽകി. ലൊറേറ്റോയിലെ വിശുദ്ധ ഭവനത്തെക്കുറിച്ചും അതിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ചിത്രത്തെക്കുറിച്ചും കന്യകാമറിയത്തിൻ്റെ തലക്കെട്ടാണ് അവർ ലേഡി ഓഫ് ലൊറേറ്റോ. 1600കളിൽ ഒരു കുർബാനയും മരിയൻ ലിറ്റനിയും അംഗീകരിക്കപ്പെട്ടു. ലിറ്റനി ഓഫ് ലൊറേറ്റോ എന്നത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ആരാധനാലയമാണ്. സഭ പൊതു പാരായണത്തിനായി അംഗീകരിച്ച 5 ലിറ്റനികളിൽ ഒന്നാണ്. ദേവമാതാവിൻ്റെ റഷ്യൻ ഐക്കൺ അഡീഷനോ മൈൻഡ് അവർ ലേഡി ഓഫ് ലൊറേറ്റോയുടെ ചിത്രത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. 2019 ഒക്ടോബറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സാർവത്രിക റോമൻ കലണ്ടർ അവർ ലേഡി ഓഫ് ലൊറേറ്റോയുടെ തിരുനാൾ ഒരു ഓപ്ഷണൽ സ്മാരകമായി ഡിസംബർ 10 പുനഃസ്ഥാപിച്ചു. 1920 പോപ്പ് ബെനഡിക്ട് 16 ലൊറേറ്റോയിലെ മഡോണയെ വിമാനയാത്രക്കാരുടെയും പൈലറ്റുമാരുടെയും രക്ഷാധികാരിയായി പ്രഖ്യാപിച്ചു. സാർവത്രിക കലണ്ടറിൽ പെരുന്നാൾ ആഘോഷിക്കുന്നത് എല്ലാ ആളുകളെയും, പ്രത്യേകിച്ച് കുടുംബങ്ങളെയും യുവജനങ്ങളെയും മതവിശ്വാസികളെയും സുവിശേഷത്തിൻ്റെ തികഞ്ഞ ശിഷ്യയായ കന്യകാമാതാവിൻ്റെ സദ്ഗുണങ്ങൾ അനുകരിക്കാൻ സഹായിക്കും. ഞങ്ങൾ അവളുടെ സ്വന്തമാണ്, ഡിക്രി പറഞ്ഞു. അവർ ലേഡി ഓഫ് ജപമാലയുടെ തിരുനാളായ ഒക്ടോബർ 7 വത്തിക്കാൻ സഭയുടെ ദിവ്യാരാധനയ്ക്കും കൂദാശകൾക്കുമായി ഒക്ടോബർ 31 പ്രസിദ്ധീകരിച്ചു. പാരമ്പര്യമനുസരിച്ച് 1294 ഡിസംബർ 9-10 രാത്രിയിൽ ക്രൊയേഷ്യയിൽ 3 വർഷത്തെ സ്റ്റോപ്പിന് ശേഷം നസ്രത്തിൽ നിന്ന് ഇറ്റാലിയൻ മലയോര പട്ടണമായ ലൊറേറ്റോയിലേക്ക് മാലാഖമാർ ലൊറേറ്റോയിലെ വിശുദ്ധ ഭവനം കൊണ്ടുപോയി. 3 കൽപ്പിത്തികൾ കൊണ്ട് നിർമ്മിച്ച ഈ ചെറിയ വീട് മറിയം ജനിച്ച സ്ഥലമാണെന്നും ഒരു മാലാഖ അവളെ സന്ദർശിച്ച് പരിശുദ്ധാത്മാവിനാൽ യേശുവിനെ ഗർഭം ധരിച്ച സ്ഥലമാണെന്നും പിന്നീട് വിശുദ്ധ കുടുംബം താമസിച്ചിരുന്ന സ്ഥലമാണെന്നും പാരമ്പര്യം പറയുന്നു. ലൊറേറ്റോയിലെ ദേവാലയം അവതാരത്തിൻ്റെ രഹസ്യം ഓർമ്മിപ്പിക്കുന്നു എന്നും സുവിശേഷം പ്രഖ്യാപിക്കുന്ന മാലാഖയുടെ വാക്കുകളും ദൈവിക വിളിയോടുള്ള പ്രതികരണമായി കന്യകയുടെ വാക്കുകളും ധ്യാനിക്കാൻ സന്ദർശകരെ സഹായിക്കുകയും ചെയ്യുന്നു എന്ന് കൽപ്പനയിൽ പറയുന്നു. കൂടാതെ വിശുദ്ധ കുടുംബത്തിൻ്റെ സുവിശേഷ ഗുണങ്ങളെ ശക്തമായി ചിത്രീകരിക്കാൻ അതിന് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ ലൊറേറ്റോയിലേക്ക് ഈ ചെറിയ കോട്ടേജിനെ ആരാധിക്കാനായി ഒഴുകുന്നു. ഇറ്റലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ജനപ്രിയമായ മരിയൻ ദേവാലയ നഗരമാണിത്. വിശുദ്ധ ജോൺ പോൾ II ഏറ്റവും കൂടുതൽ സന്ദർശിച്ച ദേവാലയങ്ങളിൽ ഒന്നാണിത്.